തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം നമ്മുടെ സരസ്വതി വിദ്യാലയത്തിൻ്റെ അവിടെ നിന്ന് ഇളിപ്പോട് റൂട്ടിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ വരുമ്പോൾ മിത്ര നഗർ എന്ന് പറഞ്ഞ് ഇടത്തോട്ടുള്ള ബോർഡ് കാണാം. മിത്ര നഗറിനകത്തേക്ക് കുറച്ചൊന്ന് കയറി വരുമ്പോൾ MNRA 41 പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട്. ഇത് ടോട്ടലായിട്ട് 11 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് 2 വീട് ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയാണ്. എങ്ങനെയാ വെച്ചാൽ ഈ കാണുന്ന വലിയൊരു വീടും ഇത് ഏകദേശം 12 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ പൂർണ്ണമായിട്ടും റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിൽ ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. ഈ കാണുന്ന ഒരു ചെറിയ വീടും ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീട് വന്നിട്ട് നമുക്ക് ഏകദേശം 10-30 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷേ താമസയോഗ്യമായിട്ടുള്ള വീടാണ്. ഈ വീടിന് നമുക്ക് ഇതുവഴി ഒരു ചെറിയ എൻട്രൻസ് ആണുള്ളത്. വലിയ വണ്ടി കയറി വരുന്ന വഴി ഇതുവഴിയാണ് കേട്ടോ. ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. മിത്ര എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കയറി വരുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയെ വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. പക്ഷേ നമുക്കിതിലേക്ക് വലിയ ലോറി ഈ ഒരു വഴിയിലൂടെ കയറി വരത്തില്ല കേട്ടോ. ഇന്നോവ പോലുള്ള കാറൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ പ്രോപ്പർട്ടിയിലേക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. വലിയ ലോറി പ്രോപ്പർട്ടിയിലേക്ക് വരത്തില്ല. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം അതിൻ്റെ വിലയും കാര്യങ്ങളും സംസാരിക്കാം. നമ്മുടെ ഈ വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം കായ്ഫലമുള്ളതായി ഈ കാണുന്ന പോലെ മാവും റംബൂട്ടാനും ഒക്കെ നിൽപ്പുണ്ട്. പിന്നെ അല്ലാണ്ട് തെങ്ങുമൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ കാണാൻ സാധിക്കും. റംബൂട്ടാനൊക്കെ കായ്ച്ച് മറിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സീസൺ ടൈമാണ്. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം. ഒരു 2-3 വണ്ടികൾ നമ്മുടെ മുറ്റത്ത് നിൽക്കും കേട്ടോ. ആ രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് മുറ്റത്ത് കിട്ടുന്നുണ്ടാവും. അതുപോലെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. മുൻവശത്തുള്ള വാതിൽ വന്നിട്ട് ഈ രീതിയിൽ 2 പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ, ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ്, ഇവിടെ ആയിട്ട് കിച്ചൺ. നമുക്കത് 2 യൂണിറ്റായിട്ട് ഈ വീടിനെ മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിലാണെങ്കിൽ സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഈ കാണുന്നത് പോലെ നമ്മുടെ വർക്ക് ഏരിയ വരും. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനും സാധിക്കും. അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കായ്ഫലമുള്ള തെങ്ങുകളൊക്കെ നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ 4-5 എണ്ണം അവൈലബിൾ ആയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2 റൂമുകളിലും നമുക്ക് ഇതുപോലുള്ള കബോർഡുകൾ കാണാൻ സാധിക്കും. ബാത്റൂമിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെനോവേറ്റ് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ സ്വിച്ചസ് ആയാലും എല്ലാ സാധനവും റെനോവേറ്റ് ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് ഇതെല്ലാം കണ്ടോ. ഈ സാനിറ്ററി വെയർസ് എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ പുത്തനായിട്ടാണുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഷവർ യൂണിറ്റ് ആയാലും എല്ലാ സാധനവും റീപ്ലേസ് ചെയ്ത് സെറ പോലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നത് പോലെ സ്റ്റോറേജ് സ്പേസുകൾ ഒത്തിരി കാണാൻ സാധിക്കും. ഇതൊരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് ഏരിയ ആണൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഈ ഭാഗത്തായാലും സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ വന്ന് ഒരു ടെമ്പററി പാർട്ടീഷൻ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മുൻവശത്ത് നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലൂടെയുള്ള സ്റ്റെയർ വഴി കയറി ഈ ഒരു സ്പേസിൽ വന്ന് അങ്ങനെ ഈ ഒരു നിലയിലേക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല ഒറ്റ വീടാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസും ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസും ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 ബെഡ്റൂമുകളുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിങ്സ് ഇതെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ പുത്തൻ കണ്ടീഷനിൽ പുത്തൻ സാധനങ്ങളാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ഏരിയ വരും. ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ചുമ്മാ കാണിച്ച് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കിച്ചൺ ആക്കി എടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഇതിനെ ഒരു വർക്ക് ഏരിയ സ്പേസും ആക്കിയെടുക്കാം. എങ്ങനെയാ വെച്ചാൽ ഇത് 2 ഫാമിലിക്കായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയുള്ള അടുത്തൊരു വീടെന്ന് പറയുന്നത് 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. അതിനു മുമ്പ് ഈ ചുറ്റോട്ടം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. നമുക്ക് വീടിന് ചുറ്റും ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട്. ഒരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇങ്ങനെ മണ്ണായിട്ട് തന്നെ കുറേ സ്പേസ് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ വീട് ഇൻ കേസ് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ നമുക്ക് വേറെ ഒരു വഴിയുണ്ട് കേട്ടോ. പക്ഷെ അത് ബൈക്ക് കയറി വരുന്ന വഴിയാണ്. ഇതിനിങ്ങനെ ഒരു വരാന്ത സ്പേസ് വരും. അതിനുശേഷം അകത്തായിട്ട് ഒരു കോമൺ ഏരിയ, 2 ബെഡ്റൂംസ്. അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാം കൂടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഈ കാണുന്ന പോലെ ഒരു കിച്ചൺ, ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം, ബാക്ക് യാർഡ്. ഈ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ലേഔട്ട് വരുന്നത്.
അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാം. നമുക്ക് മൊത്തത്തിൽ 11 സെന്റിനകത്ത് വരും കേട്ടോ, ഏകദേശം 10 സെന്റിന് മേളിലോട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് ഈ 2 വീട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 1,70,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിവിടുന്ന് PTP നാറിന് അങ്ങോട്ടേക്കൊക്കെ ഈസി ആക്സസ് വരുന്ന രീതി, ഏകദേശം PTP നാറിൻ്റെ ഒരു സൈഡായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാം.